കേന്ദ്ര അവഗണനയിൽ വീർപ്പുമുട്ടി സപ്ലൈകോ. ഓണമെടുത്തിട്ടും വിപണി ഇടപെടലുകൾ മന്ദഗതിയിലെന്ന ആക്ഷേപം. LDF ബദൽ മാതൃക വീണ്ടും ചർച്ചയാകുന്നു. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ കുതിച്ചുയരുമ്പോഴും വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. ജൂൺ മാസത്തിലെ വില നിലവാരത്തേക്കാൾ സാധനങ്ങൾക്ക് പൊതുവിപണിയിൽ വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടും സാധാരണക്കാർക്ക് ആശ്വാസമാകേണ്ട സപ്ലൈകോയുടെ ഇടപെടലുകൾ മന്ദഗതിയിലാണ്. ഓണം പോലുള്ള വലിയൊരു ഉത്സവകാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും ജനങ്ങളെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. എന്നാൽ സപ്ലൈകോയെ സാമ്പത്തികമായി തകർക്കാനും വിപണി ഇടപെടലുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാരും UDFും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് മറ്റൊരു വാദം. കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കടുത്ത അവഗണനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത്. വിവിധ പദ്ധതികളുടെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ളത് 1079 കോടി രൂപയാണ്. എന്നാൽ ഈ തുകയിൽ വെറും 90 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. പരമാവധി 200 കോടി രൂപ മാത്രമേ നൽകാൻ സാധിക്കൂ എന്ന കടുത്ത നിലപാടിലാണ് കേന്ദ്ര ധനമന്ത്രാലയം. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഈ വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണങ്ങളോ വിമർശനങ്ങളോ ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഓണക്കാലത്തെ അധിക ഉപഭോഗം മുന്നിൽ കണ്ട് സാധാരണക്കാരുടെ അടുക്കളയെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നും കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. സപ്ലൈകോ വഴി വിതരണം ചെയ്യേണ്ട 1400 മെട്രിക് ടൺ അധിക പുഴുക്കലരിയുടെ കാര്യത്തിൽ ഇനിയും കേന്ദ്രം കനിഞ്ഞിട്ടില്ല. ഏറ്റവും നിർധനരായ AAY വിഭാഗത്തിനുള്ള പഞ്ചസാര സബ്സിഡി വിഹിതവും കേന്ദ്രം ഇപ്പോൾ അനുവദിക്കുന്നില്ല. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർധനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും കേന്ദ്രം പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. നിലവിലെ വിപണി ഇടപെടലുകൾ മന്ദഗതിയിലാകുമ്പോൾ മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയിൽ നടന്ന ഫലപ്രദമായ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ഇപ്പോൾ വീണ്ടും ചർച്ചയാക്കുകയാണ്. അന്ന് കേന്ദ്രം സമാനമായ രീതിയിൽ സാമ്പത്തിക ഉപരോധവും അവഗണനയും കാട്ടിയപ്പോഴും ജനങ്ങളെ പട്ടിണിക്കിടാത്ത ശക്തമായ ബദൽ നയമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ അന്ന് സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഇവയാണ്. സപ്ലൈകോ ഫെയറുകൾ വഴി വിപണി നിരക്കിനേക്കാൾ 35% വരെ വിലക്കുറവിൽ അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കിയിരുന്നു. വെള്ളക്കാർഡുകാർക്ക് 15 കിലോയും നീലക്കാർഡുകാർക്ക് 10 കിലോയും അധികം അരി വിതരണം ചെയ്തു. ഇതിനു പുറമെ 20 കിലോ അരി വെറും 25 രൂപ നിരക്കിൽ വിതരണം ചെയ്ത് സാധാരണക്കാരെ സർക്കാർ ചേർത്തുപിടിച്ചു. ഒരു ഓണക്കാലത്തു മാത്രം 22.36 ലക്ഷം ലിറ്റർ ശബരി വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വഴി വിറ്റഴിച്ചത്. AAY കാർഡുകാർക്ക് പ്രത്യേക സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാനും അന്ന് LDF സർക്കാരിന് സാധിച്ചു. ഓണക്കാലത്ത് കുടുംബ ബജറ്റുകൾ താളം തെറ്റുമ്പോൾ സപ്ലൈകോ വഴിയുള്ള പൊതുവിപണി ഇടപെടലുകളായിരുന്നു സാധാരണക്കാർക്ക് ആശ്വാസം. മട്ടയരി, കുറുവയരി, ജയ അരി, പച്ചരി, പഞ്ചസാര, ശബരി വെളിച്ചെണ്ണ, ചെറുപയർ, വൻപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, കടല, വറ്റൽമുളക്, മല്ലി തുടങ്ങി 13 ഇനം അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ മിക്കയിടങ്ങളിലും ഇവയ്ക്കെല്ലാം ക്ഷാമമാണ്. കേരളത്തിൽ സപ്ലൈകോയ്ക്ക് ചെറുതും വലുതുമായ 1500ഓളം ഔട്ട്ലെറ്റുകളാണുള്ളത്. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പ്രാപ്യമാകുന്ന രീതിയിൽ വിവിധ പേരുകളിലാണ് ഈ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. പീപ്പിൾസ് ബസാർ, ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, മൊബൈൽ മാവേലി സ്റ്റോറുകൾ ഇതെല്ലാം ചേർന്നതാണ് ഈ ശൃംഖല. ഓണക്കാലത്ത് വിപണിയിൽ ഫലപ്രദമായി ഇടപെടാൻ നിലവിലെ ഭരണ സംവിധാനങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മുൻകാലങ്ങളിലെ പോലെ സപ്ലൈകോയെ സജീവമായി സാധാരണക്കാരന്റെ അടുക്കള സുരക്ഷിതമാക്കണമെന്നുമാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.